ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ 37ാമത്തെ ദിവസത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. നമുക്ക് ലൈവ് തൊട്ട് എപ്പിസോഡ് വരെയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു ആദ്യം തന്നെ പറയാനുണ്ടായിരുന്നത്. നമ്മുടെ സാബുമോനെയായിരുന്നു അത് ഏൽപ്പിച്ചത്. സാബുമോൻ അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് ചെയ്തു. എന്തുകൊണ്ട് എപ്പിസോഡിൽ കാണിച്ചില്ല എന്നാണ് എൻ്റെ സംശയം. പുള്ളി ഒരു പോസിറ്റീവ് വൈബാണ്. പുള്ളിക്കാരന് സെപ്പറേറ്റ് ഒരു ഫാൻ ഫോളോവേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ലൈവിലുള്ളവർക്ക് കേട്ടോ അതിനെ പിന്നെ അദ്ദേഹത്തെ അധികം നമുക്ക് എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നില്ല. ആരോടും ഒരു പരാതിയില്ല, ഫുള്ള് ചിരിച്ച് ഹാൻഡിൽ ചെയ്യുന്നൊരു വ്യക്തിത്വം. ഓക്കെ, അതാണ് മോർണിംഗ് നടന്നത്. അതിനുശേഷമാണ് നമ്മുടെ അഖിൽമാരാർ വരുന്നത്. അഖിൽമാരാർ വരുന്നു, നമ്മുടെ വീക്ക്ലി ടാസ്ക് വായിക്കുന്നു, നൂതില ചെരുപ്പ് ഫാക്ടറി അത് സംസാരിക്കുന്നു. അതിനുശേഷം കുറച്ച് എല്ലാവർക്കും ചെറിയ ടിപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അഖിൽമാരാറും സെറീനയും നമ്മുടെ അഭിഷേകും കൂടെ പുറത്തേക്ക് പോകുന്നു. പിന്നെ നടന്നത് നമ്മുടെ വീക്ക്ലി ടാസ്ക് ആണ്. നമ്മൾ ആ വീക്ക്ലി ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ റെന ഫാത്തിമേൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. നൂറയും പിന്നെ ജിഷിനും പിന്നെ റെന ഫാത്തിമയായിട്ട് അത് നല്ല കോമഡി ആയിരുന്നു. പിന്നെ ഫാക്ടറിയുടെ ബെല്ലടിച്ചു, എല്ലാവരും ഫാക്ടറിയിലേക്ക് കയറി. അവിടെ നമ്മൾ നൂറ മുതലാളി ആയതുകൊണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ജിഷിൻ അസിസ്റ്റൻ്റ് ആയിരുന്നു. നമ്മുടെ അക്ബർ യൂണിയൻ ലീഡർ ആയിരുന്നു. അവർ തമ്മിലുള്ള കോമ്പിയൊക്കെ, അതായത് ജിഷിനും അക്ബറും തമ്മിലുള്ള കോമ്പിയൊക്കെ നല്ല രീതിയിൽ രസം ഉണ്ടായിരുന്നു കാണാൻ. അതിൻ്റെ ഇടയ്ക്ക് ആദില ഇടപെടുന്നതും അതൊക്കെ നല്ല രീതിയിൽ പോയി. അക്ബറിന് ഒഴികെ ബാക്കി എല്ലാവർക്കും ഗോൾഡ് കോയിൻ കിട്ടി. അക്ബർ അവിടെ പണിയെടുത്തില്ല എന്നാണ് പറയുന്നത്. അത് നമ്മുടെ നൂറയുടെ ഇഷ്ടം. അത് നല്ല രീതിയിൽ നൂറ ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനുശേഷം പുറത്തേക്ക് വന്നു. ലക്ഷ്മിയായിട്ടൊരു അടി ഉണ്ടായി. ലക്ഷ്മിയായിട്ടുള്ള അടി കുറച്ച് നേരം നീണ്ടു നിന്നു. എപ്പിസോഡിൽ കുറച്ച് നേരം കാണിച്ചുള്ളൂ. അതിൻ്റെ അകത്ത് ലക്ഷ്മി പറയുന്ന ഒരു കാര്യമുണ്ട്, പിന്നെ ഈ ടാസ്ക് ചെയ്യുന്ന സമയത്ത് സമയം വൈകിച്ചു എന്നാണ് അക്ബറിന് എതിരുള്ള പരാതി. അത് അക്ബർ പൊളിച്ചെടുക്കുന്നുണ്ട്. ബാക്കി എല്ലാവരോടും ചോദിക്കുന്നു, ഞാൻ അങ്ങനെ സമയം വൈകിച്ചോ? നിങ്ങൾക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ കോർഡിനേറ്റ് ചെയ്യല്ലാതെ വേറെ നിങ്ങൾ പിന്നെ പിടിച്ചു വെച്ചോ? ലക്ഷ്മിയുടെ മടി കയറിയിരുന്നോ? അങ്ങനെയൊക്കെ ആണെങ്കിലാണല്ലോ ഇത് പിന്നെ ടാസ്ക് നടക്കാതിരിക്കുക, ലേറ്റ് ആവാനുള്ള ചാൻസ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അതിനെ ലക്ഷ്മി വേറെ രീതിയിലാക്കാൻ നോക്കുന്നുണ്ട്. അതിനെ അക്ബർ പൊളിച്ചെടുക്കുന്നുണ്ട്. അല്ലാതെ വേറെ ഒരു രീതിയിലും പറഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് അത് നല്ല രീതിയിൽ പോയി. അതിനുശേഷം നൂറേനോട് പിന്നെയും ചോദിക്കുന്നുണ്ട്, പിന്നെ കോയിൻ ബാക്കിയുണ്ട്, അത് ആർക്കെങ്കിലും കൊടുക്കാൻ താല്പര്യമുണ്ടെന്ന്. അപ്പോൾ നൂറ പറയുന്നു, സ്റ്റബോണായിട്ട് പറയുന്നു, എനിക്ക് ആർക്കും കൊടുക്കാൻ താല്പര്യമില്ല എന്ന്. അങ്ങനെ ആ ടാസ്ക് ഇന്നത്തെ അവിടെ കഴിഞ്ഞു. അതിനുശേഷം നടന്നത് BB സർക്കസ് ആണ്, നമ്മുടെ നൂതില ചപ്പൽസ് നടത്തുന്നത്. അതെനിക്ക് അത്ര രീതിയിൽ വർക്കായില്ല. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതിനുശേഷം പിന്നെ നമ്മുടെ എപ്പിസോഡിൽ കണ്ട നമ്മുടെ അനുമോളുടെ ഡ്രാമ, എന്തിനാണ് ഈ ഡ്രാമ ഈ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് ഈ ആദിൽ എന്തിനാണ് പുറകെ പോയെന്ന് മനസ്സിലാവുന്നില്ല. ഓൾറെഡി മോഹൻലാൽ സാർ പറഞ്ഞു അനുമോളുടെ ഭാഗത്താണ് തെറ്റെന്ന്. അതിനൊരു സോറി പോലും പറയാൻ തരാത്ത ആളുടെ പുറകെ ആദില പോകുമ്പം ആദിലൊക്കെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. അതൊട്ടും ശരിയായില്ല. അതിന് പകരം നമ്മുടെ പിന്നെ സാബുമാൻ്റെ രാവിലത്തെ പിന്നെ മോർണിംഗ് ടാസ്ക് കാണിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. സോ ഇത്രയൊക്കെയാണ് സംഭവിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ്. നാളെ കാണാം.